കേരളീയ ചിത്രകലയുടെ ചരിത്രത്തിലെ ദൃശ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു ആലങ്കാരിക ഭംഗിയുടെ എല്ലാം നിഴൽ പറ്റി ഇന്റീരിയർ ഡെക്കറേഷൻ കടന്നു വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ചിത്രകാരനും കാഴ്ചക്കാരും എത്തിയിരിക്കുകയാണ്. ചുമർ ചിത്രകലയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ചുമർ ശില്പം. ശരിക്കും സിമെന്റിൽ കാസ്റ്റ് ചെയ്തിട്ട് കോപ്പർ റിലീഫുകൾ അതിന്മേൽ ഒട്ടിച്ചുകൊണ്ടാണ് ഇത്തരം ചുമർ ചിത്രങ്ങൾ അല്ലെങ്കിൽ ചുമർ ശില്പങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോപ്പറിൽ നമ്മൾ ചെയ്തെടുക്കുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ചിത്രകല അല്ലെങ്കിൽ ചിത്ര പതിപ്പുകളെ ഉണ്ടാക്കിയെടുക്കുവാൻ ശരിക്കും സിമെന്റിൽ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ വാളിൽ സിമെന്റിൽ നിന്ന് ആ മീഡിയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുകയും അതിനുശേഷം വളരെ കനം കുറഞ്ഞ കോപ്പർ ഫോയിലുകൾ പ്രത്യേക പശയിൽ ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ തുടക്കത്തിലെല്ലാം ഒരു ലെയറാണ് ഇത്തരം ശില്പങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസ് വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഒരു 6-7 ലെയറുകൾ വരെ ചെയ്ത് ഒരു ത്രിമാന സ്വഭാവമുള്ള ഒരു ശില്പത്തിലേക്ക് ഇത്തരം സാധനങ്ങളെ മാറ്റിമറിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ ഗംഭീരമായ ഇത്തരം ഒരു വേദി കിട്ടുക തന്നെ വളരെ വളരെ ദുർലഭമാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയെ ഞാൻ വളരെ ഗംഭീരമായിട്ട് ചെയ്യുവാൻ എൻ്റെ മനസ്സിൽ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഗജകേളി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആനയുടെ ഒരു കൂട്ടം കാട്ടിൽ വളരെ വൈബ്രേറ്റിംഗ് മൂഡിൽ നടക്കുന്ന ഒരു ദൃശ്യ സംസ്കാരമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ആന കാട്ടിൽ പല ലെയറുകളായിട്ട് ആനയുടെ ഒരു കൂട്ടങ്ങളെയാണ് ഞാനിതിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ചുമർ ചിത്രങ്ങളിൽ കടന്നു വരാറുള്ള ചിത്രബിംബങ്ങളെ ശരിക്കും ശില്പവത്കരിക്കുകയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ചുമർ ചിത്രങ്ങളിൽ കാണാറുള്ള പുരാണ പക്ഷികളും അതോടൊപ്പം ഇത്തരത്തിലുള്ള ചെടികളും മരങ്ങളും എല്ലാം ഈ ചിത്രതലത്തെ ഒരു പ്രത്യേക താളത്തോടു കൂടി കാഴ്ചക്കാരനെ നയിക്കുന്നുണ്ട്. ഇവിടെ ആനയുടെ ഒരു പ്രത്യേക മൂഡിൽ ഒരു തലയും 3 ഉടലും വരെ എത്തിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡ്രോയിങ്സുകൾ കടന്നു പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഡ്രോയിങ്സ് ഉണ്ടാവുകയില്ല. മറിച്ച് ഇതിൻ്റെ ഈ മീഡിയം നമുക്ക് വളരെയധികം വഴങ്ങുന്നത് കൊണ്ട് തന്നെ ശരിക്കും അത്തരത്തിലുള്ള ഒരു പാറ്റേണിലേക്ക് ഒരു പുതിയ മീഡിയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ എൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന ഞാനിപ്പോൾ ബീഡ് വിത്ത് ലേഡി എന്ന് പറഞ്ഞുള്ളൊരു സീരീസ് തന്നെ കുറേ വർക്കുകൾ ചെയ്തിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ കിളിയും പെൺകുട്ടികളും തമ്മിലുള്ള കുറേ സീനുകളായിരുന്നു. മറിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഓണർ തന്നെ എന്നോട് ആവശ്യപ്പെട്ടത് ഇവിടെ യാതൊരു ഫിഗറുകളും പാടില്ല എന്നായിരുന്നു. അപ്പോൾ ഒരു മതത്തെയും റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന യാതൊരു ക്യാരക്ടേഴ്സും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു വെല്ലുവിളി എന്നോണം ഞാൻ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡീസ് ഒന്നും തന്നെ വരാതെ കാട്ടിലെ മൃഗങ്ങളും പൂക്കളും കിളികളും മാത്രമായിട്ടുള്ള 3 ക്യാൻവാസുകളാണ് ഞാൻ ശരിക്കും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ താഴത്തേത് ആനകളും മുകളിലത്തേത് പോത്തുകളും അല്ലെങ്കിൽ പോത്തിൻ കൂട്ടങ്ങളും അതുപോലെ തന്നെ മുകളിൽ മാൻകൂട്ടങ്ങളുമാണ് ചെയ്തത്. ഇതിൽ ശരിക്കും ഈ പോത്തുകളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു അഭൗമ സൗന്ദര്യം, ആ ഒരു ശക്തിയുടെ ഒരു സൗന്ദര്യം ഈ ചിത്രതലത്തിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ പ്രത്യേകിച്ച് ഈ മീഡിയം സിമെന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ശക്തമായിട്ട് ചെയ്ത് ഫലിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 6-7 ഇഞ്ച് തിക്കനസിൽ തന്നെയാണ് 3-4 ലെയറുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സിമെന്റിൽ ചെയ്തുകൊണ്ട് കോപ്പർ ഫോയിലുകൾ പൊതിഞ്ഞ് ഒരു പ്രത്യേക താളത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. ഞാൻ ശരിക്കും ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് ഈ കോപ്പർ റിലീഫിനപ്പുറത്ത് ഏതെങ്കിലും മൊണോക്രോമിക് ആയിട്ടുള്ള പെയിന്റുകളുടെ ഒരു ഭാവത്തിലേക്ക് പ്രത്യേകിച്ച് ലൈറ്റിങ്ങുകൾ കൊണ്ട് തന്നെ ഒരു പ്രത്യേക തലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും എനിക്ക് തോന്നി മീഡിയം ഇത് തന്നെയാണ് കൂടുതൽ ഗംഭീരമാവുന്നത് എന്ന്. ഏകദേശം ഒരു 23 അടി നീളവും ഒരു 20ഓളം അടി ഹൈറ്റുമുള്ള 3 ചിത്രതലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ സാധാരണ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു
വൈൽഡ് ലൈഫിൻ്റെ ആ ഒരു ഗംഭീരതയും അതോടൊപ്പം ഈ കോപ്പർ എന്ന മീഡിയത്തിൻ്റെ ഒഴുക്കും സിമെൻറ്റിൽ നമുക്ക് ചെയ്ത് പതിപ്പിക്കാൻ പറ്റുന്ന ആ പ്രതല താളവും എല്ലാം ശരിക്കും ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സാധാരണ ചുമർ ചിത്രങ്ങളിൽ വരുന്ന ചില ശൈലീ ഭേദങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെയും മറ്റുമുള്ള ഈ ഭാഗങ്ങളെല്ലാം മ്യൂറൽസിൽ നിന്ന് കടം കൊണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഈ പുല്ലുകൾ ഇത്തരത്തിലിങ്ങനെ വെറുതെ വളരെയേറെ സിമ്പിളായിട്ട് അരിഞ്ഞാണ്, എങ്കിലും അതിൻ്റെ ഒരു ആഴം ഒരു കാഴ്ചക്കാരനെ ശരിക്കും ഒരു നല്ല താളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൈനെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു ഒഴുക്കൻ പ്രതലമാണ്. അതെല്ലാം നമുക്ക് മുൻധാരണകളില്ലാതെ ഇവിടെ ചിത്രതലം ഒരുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്നിട്ടുള്ള പൊതുവായി വരുന്ന ചുമർ ചിത്രകലയുടെ ഒരു സൗന്ദര്യധാരയിൽ നിന്ന് ശരിക്കും ചുമർ ശില്പങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ കാണാവുന്നതാണ്. ചിത്രതലം വളരെ ഫ്ലാറ്റായിട്ട് അതിലെ വർണ്ണപ്രയോഗമാണ് ചുമർ ചിത്രങ്ങളെങ്കിൽ ഇതിലൊരു ത്രിമാന സൗന്ദര്യത്തെ ആവാഹിച്ചെടുക്കുവാൻ ചുമർ ശില്പങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ചുമർ ചിത്ര സൗന്ദര്യത്തിൻ്റെ അതിലാളിത്യം അത് ചുമർ ശില്പത്തിൽ അറിയാതെ കടന്നു വരുന്ന മറ്റൊരു പ്രത്യേകതയാണ്. വർണ്ണങ്ങളുടെ സങ്കലനത ബോധത്തോടൊപ്പം തന്നെ ത്രിമാന തലങ്ങളിലുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഒരു പഠനം ചിത്രം കാണുവാനോ അത് ദർശിക്കുവാനോ വരുന്നവർക്ക് മുന്നിൽ അറിയാതെ തുറക്കുന്ന കൺവെട്ടങ്ങളാണ്. കേരളത്തിൻ്റെ തനത് ദൃശ്യ സംസ്കാരത്തിൽ നിന്ന് ഒരു വഴിവിട്ട ചിന്താഗതിയിലേക്ക് ഒരു സൗന്ദര്യബോധത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് മറ്റേ തലങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഒരു രംഗബോധമാണ് ഈ ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ. ഇത് ലക്ഷ്മി ജ്വല്ലറി, പറവൂര്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തനത് ചുമർ ചിത്രങ്ങളിൽ നിന്ന് മാറി അതേ സബ്ജക്റ്റുകളിൽ തന്നെ എൻ്റേതായിട്ടുള്ളൊരു ഗതിവേഗങ്ങൾ നിറച്ചുകൊണ്ട് കേരളീയ തനത് ചിത്രകല ശൈലിയെ അവലംബിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വർണ്ണപ്രയോഗത്തിൽ വന്നിട്ടുള്ള ചില്ലറ മാറ്റങ്ങൾ ഒഴിവാക്കിയാൽ കേരളീയ ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും പഴയകാലത്തെ ചിത്രങ്ങളുടെ ദൃശ്യബിംബങ്ങളെ അതേപോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന കേരളീയ ചിത്രകലയെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് തന്നെ സ്റ്റാർ ഹോട്ടലുകളിലേക്കും ജ്വല്ലറികളിലേക്കും പറിച്ചു നിരുന്ന ഈ ഉൾക്കാഴ്ചയുടെ കരുത്തുമായി മുന്നോട്ട് പോകുമ്പോൾ പറവൂർ ലക്ഷ്മി ജ്വല്ലറിയിലെ ഈ വർക്കുകൾ സാധാരണക്കാരനെ ഒരു അമ്പലത്തിലെയും ക്ഷേത്രത്തിലെയും ദൃശ്യബോധത്തെ ഉദ്ദീപിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. മറ്റ് പലയിടങ്ങളിലും ഇലച്ചാറുകളിൽ നിന്നും അതുപോലെ കല്ലുകളിൽ നിന്നും അരച്ചെടുക്കുന്ന കളറുകൾ കൊണ്ടുണ്ടാക്കുന്ന ആ പഴയകാല സൗന്ദര്യ ദർശനത്തെ ആ തനത് സംസ്കാരത്തിൻ്റെ ഉൾക്കാഴ്ച മാറ്റി നിർത്തിക്കൊണ്ട് മറിച്ച് പകരം അതേ ദൃശ്യവിരുന്നൊരുക്കുവാൻ ഇപ്പോഴുള്ള കലാകാരന്മാർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള എൻ്റെ വർക്കുകൾ. സ്വപ്നം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ആ സ്വപ്നത്തിൽ രാധയെയും മാധവനെയും അവർ സംബന്ധിയായിട്ടുള്ള സ്നേഹബിംബങ്ങളെയും നിറച്ചുകൊണ്ടാണ് ഈ ചിത്രരചന മുന്നോട്ട് പോയിരിക്കുന്നത്. സാധാരണ ചുമർ ചിത്രങ്ങളിൽ കടന്നു വരാറുള്ള പ്രമേയങ്ങൾ, അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളുടെ ആ ആഴത്തിലുള്ള സ്പർശനമാണ് വർണ്ണങ്ങളെപ്പോലെ തന്നെ കേരളീയ ചുമർ ചിത്രങ്ങളിലേക്ക് കാഴ്ചക്കാരനെ ആനയിക്കുന്നത്. പക്ഷെ ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചിത്ര നിരപ്പുകൾ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി കേരളത്തിൽ നിന്ന് പാടെ വിട്ടുമാറിയപ്പോൾ പിന്നീട് ഈ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ദൃശ്യ സംസ്കാരത്തിനെ പകർത്തുന്ന വേദികൾ മാറി മറിഞ്ഞപ്പോൾ അത് കൊട്ടാരങ്ങൾക്ക് പകരം സ്റ്റാർ ഹോട്ടലുകളും ക്ഷേത്രങ്ങൾക്ക് പകരം ജ്വല്ലറികളും അത്തരത്തിലുള്ള വേദികളിലേക്ക് മാറിയപ്പോൾ ഈ ചിത്രങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾക്കും പാടെ മാറ്റം വന്നിരിക്കുന്നു. ധ്യാന ശ്ലോകങ്ങളിലുള്ള ചിത്രങ്ങളെ അപ്പാടെ പകർത്തുന്ന ആ ഒരു സംസ്കാരം മാറിയിട്ട് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കലാകാരൻ അവൻ്റെ ക്രിയേറ്റീവ് സെൻസിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള രചനകളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജ്വല്ലറിയിലെ വർക്കുകൾക്ക് തന്നെ ഞാൻ വന്നപ്പോൾ, ഈ ജ്വല്ലറിയിലെ വർക്കിന് വേണ്ടി ഞാൻ വന്നപ്പോൾ
ഇതിൻ്റെ ഓണർ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കല്യാണ അന്തരീക്ഷം, സമൃദ്ധമായ ആളുകളുടെയും ആഭരണങ്ങളുടെയും കൊട്ടിഘോഷങ്ങൾ വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ തലത്തിലേക്ക് ഈ ചിത്രങ്ങളെയും ഈ ചിത്രത്തിൻ്റെ ടോട്ടലായി വരുന്ന മൂഡുകളെയും ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിൻ്റെ ഓണർ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്നേഹം എന്നൊരു ബാനറിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് അതിൽ രാധയെയും മാധവനെയും പൂർണ്ണമായിട്ട് നിറക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ചുമർചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃത്യമായി വരുന്ന ധ്യാന പകർപ്പുകൾക്ക് പകരം ഇവിടെ ശരിക്കും ക്രിയേറ്റീവ് സെൻസിൻ്റെ ഒരു ലാളന നമുക്ക് തൊട്ടറിയാവുന്നതാണ്. ഇവിടെ രാധയും കൃഷ്ണനുമെന്നും സാധാരണ ചുമർചിത്രങ്ങളിൽ കാണുന്ന രീതിയിലല്ല, മറിച്ച് ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ ഒരു അതിഭാവുകത്വങ്ങളില്ലാതെ ഒരു താടി വെച്ച കൃഷ്ണനും അതുപോലെയുള്ള ഒരു സാധാരണ ലേഡിയായിട്ടുള്ള രാധയെയും ചിത്രീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ചുമർചിത്രങ്ങളിൽ മാറി വരുന്ന പ്രവണതയാണത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു രചനാവിശേഷങ്ങളെ കേരളീയ ദൃശ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറവൂർ ലക്ഷ്മി ജ്വല്ലറിയിലെ മാത്രം കാര്യമല്ല, മറിച്ച് ടോട്ടാലിറ്റിയിൽ ഈ കൾച്ചറിൽ വന്നിട്ടുള്ള ചിത്രങ്ങളെ ഇത്തരത്തിൽ എടുത്തു കാണിക്കുവാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തെയും അതുപോലെ കൊട്ടാരങ്ങളെയും പള്ളികളിലെയും മാത്രം പകർപ്പുകൾ കണ്ടിരുന്ന കേരളീയന് മറിച്ച് നമ്മുടെ സാംസ്കാരിക നൈരന്തര്യത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളോടൊപ്പം തന്നെ കൂടെ കൊണ്ടുപോകുവാൻ ഇത്തരം ചിത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ അളവ് വരെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എക്സിബിഷൻ നടക്കുന്നത് 8ാം നൂറ്റാണ്ടിലെ തിരുനന്ദിക്കരയിലെ ഒരു ഗുഹാക്ഷേത്രത്തിലാണ് ആദ്യത്തെ ചുവർചിത്രം കണ്ടെത്തിയതെന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. അങ്ങനെ ആ ചുവർചിത്ര കലയുടെ ആരംഭകാലം മുതൽ തന്നെ ചുവർചിത്ര കലയെ വികസിപ്പിക്കുന്നതിന് ദിശാസന്ധിയിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് നമുക്ക് നൽകിയ സന്ദേശം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നായിരുന്നു. ചിത്രം വരകളിലെ ജീവിതം സമർപ്പിച്ചു, അതിന് പകരമായി അവർ ആവശ്യപ്പെട്ടത് അവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അരിയും അതേപോലെ തന്നെ അവരുടെ നാണം മറക്കുന്നതിന് വേണ്ടി കുറച്ച് തുണിയും മാത്രമായി. ആനന്ദത്തെയും ഭക്തിയെയും കാമത്തെയും സൗന്ദര്യത്തെയും ഒക്കെ ചുവരിൽ ചിത്രം വരച്ച് ആസ്വദിച്ചും ആസ്വദിപ്പിച്ചും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കലയുടെ ബോധം, ഒരു പ്രത്യേക തരത്തിലുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച ആ ഒവിയൻ കലാകാരന്മാരുടെ അല്ലെങ്കിൽ ചിത്രകാരന്മാരുടെ ഒരു പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സമകാലികമായിട്ടുള്ള ദൃശ്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും ജീവിതത്തെയും ഒക്കെ എങ്ങനെ ചിത്രകലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിയ ഒരു ചിത്രകാരനാണ് സാജു തിരുത്തിരി. കൃഷ്ണൻകുടി നായരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ ഫലമായിട്ടായിരുന്നു ഇരിക്കുന്ന സമയത്ത് ചിത്രകലയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അംശം, അതിന്റെ രസം ലഭിച്ചിട്ടുള്ള ഒരാളാണ് സാജു തിരുത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലായത്. പുരാണത്തിലേക്കുള്ള ധ്യാനശ്ലോകങ്ങളാണ് എന്നുള്ളൊരു പേര് ആ ധ്യാന ശ്ലോകങ്ങളുടെ ഒട്ടുമിക്ക ചുവർചിത്രങ്ങളും കാണുന്ന സമയത്ത് ഏതാണ്ട് ഒരേപോലെയാണ് എന്ന് നമുക്ക് തോന്നുന്നതിന്റെ കൃഷ്ണകേളികൾ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സീരീസിൽ ആ സീരീസിലെ ഇതിൽ നിന്ന് ഇതിലൊക്കെ ഫലമായിട്ട് പലപ്പോഴും ഈ ചുവർചിത്രകലയുടെ സ്വസിദ്ധമായിട്ടുള്ള രീതിയിൽ വികസിപ്പിച്ച് നമ്മുടെ സമകാലികമായിട്ടുള്ള യാഥാർത്ഥ്യത്തെയും അതേപോലെ ഒക്കെ ഇതിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് സാധ്യത കഴിഞ്ഞാൽ സാധ്യതയിൽ നിന്ന് വളരെ ക്ലാസ് ആവും എന്നാണ് ഈ മുഹൂർത്തത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അത്തരത്തിലുള്ള ഒരു നല്ല കലാകാരനായി നമ്മുടെ സംഭവങ്ങളിലുള്ള ചിത്രകലാ പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായും ആധികാരികമായും സംസാരിക്കാൻ വിജയകുമാർ മേനോൻ ഇവിടെ വേദിയുള്ളപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്
സാഹചര്യത്തിൽ ഇതിന്റെ ക്യാൻവസ് ലോകം അനുസരിച്ച് യാന്ത്രികമായി ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മ്യൂറൽ കലയിലെ ഒരു ക്രാഫ്റ്റ് ആക്കി മാറ്റുന്ന തരത്തിലേക്ക് മാറുന്ന ഒരാളല്ല. അതിനകത്ത് ഒരു ക്രിയേറ്റീവ് എലമെന്റിനെ എടുത്ത് പൊലിപ്പിച്ച് സമകാലിക ആസ്വാദന ശേഷിയുമായി ബന്ധിപ്പിക്കുന്നതിൽ വിജയകരമായി പടവുകൾ ചവിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹീത കലാകാരനാണ് സാജു തിരുത്തിൽ. വല്ല അഭിമാനമുണ്ട്. അതുകൊണ്ട് സാജു തിരുത്തലിനെ അനുമോദിക്കാനും അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന് ആഗ്രഹിക്കുകയാണ്. ചുവർചിത്രകല കേരളത്തിന്റെ മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിച്ച് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നമ്മുടെ സുരേഷ് കെ നായർ കൂടുതൽ പാണ്ഡിത്യം. ചിത്രകല പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചിത്രകല ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് സാജു തിരുത്തിൽ. ചുമർ ചിത്രകലയ്ക്ക് ഒരുപാട് ആരോപണങ്ങളുള്ളതിലെ അത് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വികസിച്ചു വന്നതാണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതിലെന്താ കുഴപ്പം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. യൂറോപ്പിലെ മാസ്റ്റേഴ്സിന്റെ ചിത്രങ്ങളെല്ലാം ക്രൈസ്തവ ജീവിതവുമായി ബന്ധപ്പെട്ട് സിസ്റ്റൈൻ ചാപ്പലിലൊക്കെ വരയപ്പെട്ട ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളെ ഒന്നും ആരും ക്രൈസ്തവ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറില്ല. അതൊക്കെ ചിത്രകലയുടെ ഏറ്റവും വലിയ ഉന്നതമായ മാതൃകകളായി കണ്ട് പഠിക്കുന്ന സമ്പ്രദായമുണ്ട്. അവസാനത്തെ അത്താഴം എന്ന പ്രസിദ്ധമായ ചിത്രം കാണുമ്പോൾ ഇത് ക്രിസ്ത്യാനികൾ കാണേണ്ട ഒരു ചിത്രമാണ് എന്ന് ആരും പറയാറില്ല. പക്ഷേ ചുവർ ചിത്രകലയ്ക്ക് അങ്ങനെയല്ല. ചുവർ ചിത്രകല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ചിത്രകലയാണ്. കുറച്ചു കഴിഞ്ഞാൽ അത് RSകാരുടെ ചിത്രകലയാവും. അതുകൊണ്ട് ചുവർ ചിത്രകലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ എന്താണ് ഉത്തരേന്ത്യക്കാരെന്താ ഇംഗ്ലീഷിൽ പറഞ്ഞ കമ്മ്യൂണലിസ്റ്റുകളാണ്. അപ്പൊ ഈ പേടിയുള്ള കാരണം പലരും പറയുന്ന ഒരു കാര്യം അങ്ങനെയൊന്നുമല്ല, ഇത് വളരെ സെക്കുലർ ആയിട്ടുള്ള ഒന്നാണ് എന്നാണ്. അത് രണ്ടും അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാകാനാണ് തരമുള്ളത്. കാരണം ലോകത്തെവിടെയും കലാപാരമ്പര്യങ്ങൾ വളർന്നു വരുന്നതിന്റെ ഭാഗമായി മഹാപുരുഷന്മാരുടെ ജീവിതവും ദർശനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. രാമനെയും കൃഷ്ണനെയും മാറ്റിവെച്ചുകൊണ്ട് ഭാരതത്തിന്റെ കലാപാരമ്പര്യത്തെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല ഒരാൾക്ക്. നമ്മുടെ സംഗീതമായാലും ചിത്രകലയായാലും നാടകമായാലും നാട്യമായാലും നടനമായാലും എല്ലാത്തിലും രാമനും കൃഷ്ണനും രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെയാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് അതെല്ലാം ഹൈന്ദവരുടെ ഇതാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പാരമ്പര്യത്തിലേക്ക് പോകേണ്ട, അങ്ങനെ ഒരു ആക്ഷേപത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നും അറിയില്ല. പലരും ചിത്രകലയെ കുറിച്ച് പറയുമ്പോൾ ചുവർ ചിത്രകലയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് ചുവർ ചിത്രകല ശ്രദ്ധാപൂർവം പഠിച്ച് മമ്മിയൂരിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയായിട്ട് വന്ന രണ്ടുപേര് എന്റെ സർവകലാശാലയിലുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതാണ് അതിന്റെ ഒരു കാര്യം. കാരണം വ്യത്യാസമുണ്ട്. മിക്കവാറും ഇറക്കിയ ബുദ്ധിജീവികളിൽ മഹാഭൂരിപക്ഷത്തിന്റെയും മക്കളോ മരുമക്കളോ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരും ഗ്രീൻ സുരേഷിന്റെ കുടുംബക്കാർക്ക് സുരേഷ് അമേരിക്കയിലെ ചുവർ ചിത്രകലയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ പറയുന്നത് അത്